അത് ഹെൽമെറ്റിനകത്ത് മൊബൈൽ ഉണ്ടായിരുന്നേ, മേടിച്ച് നോക്കൂ. ഇവിടെ 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 ഈ സൈഡ് നോക്കിയാ പോകുന്നു, റോങ് സൈഡാ പോകുന്നു. അപ്പോൾ ഇദ്ദേഹം പോക്കോ. നാളെ മലപ്പുള്ള ME ആണ് ഞാൻ. നാളെ ഒരു 1 മണിക്കുള്ളിലായിട്ട് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് കാണിക്കണം കേട്ടോ. പോക്കോ. ആ മൊബൈൽ ഫോൺ ഒന്ന് കാണിച്ചേ. അതൊന്ന് നിർത്തിയിട്ട് പറഞ്ഞാൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പം സമയം പോയില്ലേ? ഏത് ഹോസ്പിറ്റലാ? ESIയിലോ? അപ്പം അങ്ങോട്ട് പോവാം. ഇതാരെയാണ് വിളിച്ചോണ്ടിരുന്നത്? ഒന്ന് എടുത്തേ നോക്കട്ടെ. ഇതൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഇതങ്ങനെ താഴെ പോയാലോ? പിന്നെ വിളി തീർന്നില്ല. പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മളറിയാതെ ഫോൺ നമ്മുടെ ഇതിനകത്തല്ല ഇരിക്കുന്നേ. ഒരു കുഴി ചാടി താഴെ പോയി. വീട്ടുകാരെ എങ്ങനെയും അറിയിക്കാൻ പറ്റുമോ? അവർ വിഷമിക്കത്തില്ലേ? നിർത്തിയിട്ട് അങ്ങ് വിളിച്ച് വിവരം പറഞ്ഞു, ഞാൻ 2 വീലർ ഓടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവർ അതല്ല കട്ട് ചെയ്യും. അതിലിപ്പോൾ തന്നെ വിളിക്കണമെന്ന് അവർ പറയുമോ? ഞാൻ ബൈക്ക് ഓടിച്ചോണ്ടിരിക്കുക, എന്നെ ലൈസൻസ് എന്തെങ്കിലും കയ്യിലുണ്ടോ? വണ്ടി ആളുടെ പേരില്ല? ICയിലാണോ ആള്? എന്ത് പറ്റിയതാ? എടുത്തു അറിയാവുന്ന കോളാ. വണ്ടി സ്വന്തം പേരിലാണോ? നികേഷ് കുമാർ. എവിടാ താമസിക്കുന്നത്? ഇപ്പൊ ഇത് സ്കൂട്ടറും കൊണ്ടാണോ കോട്ടയത്തിന് പോകുന്നത്? സ്കൂട്ടറും കൊണ്ടാണോ കോട്ടയം പോകുന്നത്? ഇത്രയും ദൂരം ഇങ്ങനെ പോകണ്ടോന്ന് ചോദിച്ചാ. എത്ര നാളെ ഹോസ്പിറ്റലായിട്ട്? അഡ്മിറ്റ് ആയതേ ഉള്ളൂ. അപ്പൊ അങ്ങോട്ട് ആരാ കൂടെ പോയേ? ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആരാ കൂടെ പോയേ? പോയിട്ട് തിരിച്ചു വന്നാണോ? മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞേ? 24 97 44 64 28 74. ശരിയല്ലേ? ഹെൽമെറ്റൊക്കെ വെക്കുന്നത് നല്ലതാണ്. ഹെൽമെറ്റ് വെക്കുന്നത് ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ ഈ പരിപാടി ഹെൽമെറ്റ് നമ്മൾ മൊബൈൽ സൂക്ഷിക്കാനുള്ള സ്ഥലം ഒന്നുകിൽ പോക്കറ്റ് അല്ലെങ്കിൽ അതിന് വേറെ സ്ഥലങ്ങൾ. ഹെൽമെറ്റിനകത്ത് അതുകൊണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് മേടിച്ചില്ല അവർ കൈ കാണിച്ചപ്പോൾ. ഇല്ലേ? മേടിച്ചു. കാരണം നമ്മൾ ചെയ്യുന്നത് തെറ്റാന്ന് നമുക്കറിയാം. പെട്ടെന്ന് നമ്മൾ ഒരു ദിവസം കൈ കാണിക്കുമ്പോൾ നമ്മൾ മേടിച്ചു പോകും. ആ സമയത്ത് താഴെ വീണ് പോയെങ്കിൽ എൻ്റെ മൊബൈലും ഉണ്ട് 100 പീസായിട്ട് പൊട്ടിയിരിക്കുന്നത്. അറിയാതെ താഴെ പോകുന്ന അത് പോയാൽ തീർന്നു. ഡിസ്പ്ലേ പോയാൽ പിന്നെ ജീവിതത്തിൽ സാധനം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങേറ്റത്തിരിക്കുന്ന ആളെന്ത് വിചാരിക്കും? പെട്ടെന്ന് ആളെ കിട്ടാതെ പോയി. അവർ പരിഭ്രമിക്കുമോ? ഒന്നാമത് ഹോസ്പിറ്റലിലാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ നിൽക്കുക. അതുകൊണ്ട് ഇത് ചെയ്യരുത്. നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി നിർത്തിയിട്ട് എടുത്തിട്ട് പറയാം, ഞാനിങ്ങനെ വണ്ടി ഓടിക്കാൻ എടുത്ത സമയത്ത് ഞാൻ വരും എന്ന് പറയാം. ഇനി അതെല്ലാം അർജൻറ്റുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോളാൻ പറയാം. നിങ്ങൾ വണ്ടി നിർത്തി സംസാരിച്ചു. ഒരു മിനിറ്റ് 2 മിനിറ്റൊക്കെ അതിനകത്ത് നമുക്ക് ലാഭം വരുന്നുള്ളൂ. അത് പക്ഷേ അതുകൊണ്ടാണ് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ നഷ്ടമാണ്. ഇത് ഞാൻ നിങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി പറയുന്നത്, മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇപ്പം ശരി. ഇതിൽ ചിലപ്പോൾ ഫോണിൽ ഒരു ഫൈൻ അടയ്ക്കാനുള്ള മെസ്സേജ് വരുമായിരിക്കും. അത് അടച്ചേക്കണം കേട്ടോ. ഇപ്പം മൊബൈൽ ഫോണിൻ്റെ ഇത് ലൈസൻസ് സസ്പെൻഷൻ ആണ് പറയുന്നത്. പിന്നെ ഒരു 2000 രൂപയും വരും. അതാണ് അതിൻ്റെ നിയമം. എന്തായാലും ഇപ്പം പോകും, ഹോസ്പിറ്റലിൽ പോകല്ലേ, സമയം കളയണ്ട. ശ്രദ്ധിച്ച് പോകണം. ഇപ്പം ഇങ്ങോട്ട് ക്രോസ് ചെയ്തൊക്കെ ചുമ്മാ ഇൻഡിക്കേറ്റർ ഇടുക. ബൈക്കുകാരനെ ശ്രദ്ധിച്ചില്ലെങ്കിലോ?